നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന അങ്കമാലി SNDP ജംഗ്ഷനിലുള്ള ചെറുകിട ക്ഷീരകർഷകനായ ആനടിച്ചേട്ടന്റെ വീട്ടിലാണ്. ഇവിടെ ഈ കാണുന്ന 2 കറവ പശുക്കളും അതിന്റെ കുട്ടികളുമാണുള്ളത്. ഇദ്ദേഹം ഇവിടെ പശുക്കളുടെ പാല് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീറ്റ കൊടുക്കുന്ന കഞ്ഞിവെള്ളത്തിലാണ്, അതും പ്രത്യേക രീതിയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ആനടിച്ചേട്ടന്റെ പശുവളത്തിലാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ആനടിച്ചേട്ടൻ. ചേട്ടയുടെ പറമ്പ് ഫാമിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് എത്ര നാളായി? ഒരു കുറച്ച് നാളായുള്ളൂ. അതിനു മുമ്പ് എനിക്ക് കൃഷിപ്പണിയായിരുന്നു അപ്പൻ്റെ കൂടെ. അപ്പൻ മരിച്ച പിന്നെ വല്ല തൊഴിലും വലിയ ചെറിയ ഉരുക്കളെ മേടിച്ച് വളർത്ത് അതുങ്ങളെ കറന്ന് കൊണ്ടുപോയി കൊടുക്കലൊക്കെ പരിപാടിയായിരുന്നു. ഇപ്പോൾ എനിക്ക് സുഖമില്ലാണ്ടായപ്പോൾ ഞാൻ ആളെ നിർത്തി കറപ്പിക്കുകയാണ്, കറക്കാനും മാത്രം. ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ എന്നെ കൊണ്ട് പാടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഡോക്ടർ പറഞ്ഞു ചെയ്തോളാം, പറഞ്ഞതിനെ കൊണ്ട് എന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ആനടിച്ചേട്ടന്റെ പശു വളത്തിന്റെ തുടക്കം സ്വന്തം അപ്പൻ നൽകിയ ഒരു പശുവിൽ നിന്നാണ്. പിന്നീട് ഈ ഒരു പശു സ്വന്തം ജീവിത മാർഗത്തിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. തുടക്കം കൊച്ചിന് പാല് കൊടുക്കാൻ വേണ്ടി എൻ്റെ അമ്മാനപ്പനൊരു പശുവിനെ തന്നു. ആ പശുവിനെ ഞാൻ വളർത്ത് കുറേ കഴിഞ്ഞപ്പോൾ അതിനെ മറിച്ച് വിറ്റുകൊണ്ട് വേറെ പശുക്കളെ മേടിച്ച് അതിനെ കറന്നുകൊണ്ടിരുന്നു. ഇപ്പം ഈ 2 പശു, ഒറ്റ പശു ഉണ്ടായി. അത് കഴിഞ്ഞ് 3 പശുവായി. അത് കഴിഞ്ഞ് പിന്നെ 2 പശുവായി. ഇപ്പോഴും വയ്ക്കോല് ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുല്ല് കുറച്ച് വെട്ടിക്കൊണ്ടുവരും. ഞാൻ പോകും. ഇവിടെ പശുക്കൾക്ക് ആവശ്യമായ പച്ചപ്പുല്ല് അഞ്ചേട്ടൻ പുറത്തുനിന്ന് വെട്ടിക്കൊണ്ടു വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പച്ചപ്പുല്ല് കൊടുക്കുന്നത് മൂലം പശുക്കളുടെ തീറ്റയിലുള്ള അളവ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. വെയിൽ പോക്കണേക്ക് മുമ്പ് പോയി വന്നിട്ട് അത് ഇവിടെ പുല്ലൂട് കാലിയാകുമ്പോൾ കുറച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അത് ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് വരി 2 പേർക്ക് ഇട്ട് കൊടുക്കും. അത് കഴിയുമ്പോൾ അത് തീരുമ്പോൾ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും പോയി അത് വരി കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. ഇതുള്ളൂ. അത് തീറ്റ കഴിയുന്നത് പിന്നെ കറക്കട കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കുള്ളൂ. ഒരു പ്രാവശ്യം കൂടി കൊടുക്കും. വയ്ക്കോലിപ്പ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പുല്ലിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇനി കറക്കാൻ ആൾ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കൊടുത്ത് കഴിയുമ്പോൾ പുല്ല് ഇടയ്ക്കിടയ്ക്ക് അതെ. അതുമല്ല ഈ പുല്ല് തന്നെ തിന്നുമ്പോൾ വയറഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. മുറുകി വരാൻ വേണ്ടിയാണ് വൈക്കോലിട്ട് കൊടുക്കണേ. കറവ കഴിയുമ്പോൾ വെള്ളത്തിലിട്ട് അത് കുതിർന്ന് കഴിയുമ്പോൾ 2 പേർക്ക് കൂടി പകർത്തി വെള്ളം കൂട്ടി കൊടുക്കും. പറമ്പളിൽ പോയി അടുത്തുള്ള പറമ്പളിൽ പോയി അവർ വെട്ടിയെടുത്തോളാൻ പറയും. നമ്മൾ പോയി വെട്ടിയെടുക്കും. അത് കൊണ്ടുവരും, തള്ളിക്കൊണ്ടുവരും. അത് വന്നിട്ട് അത് കൊടുക്കും. ഇനി ഇവിടെ പശുക്കൾക്ക് കാൽത്തീറ്റ കൊടുക്കുന്നത് പ്രത്യേക രീതിയിലാണ്. തീറ്റ ആദ്യം കുതിർത്ത് വെച്ചിട്ട് പിന്നീട് നേർപ്പിച്ച കഞ്ഞിവെള്ളത്തിലാണ് തീറ്റ കൊടുക്കുന്നത്. ഇങ്ങനെ തീറ്റ കൊടുക്കുന്ന മൂലം പാലിന്റെ അളവ് കൂടുന്നുണ്ടെന്നാണ് ആനടിച്ചേട്ടന്റെ അഭിപ്രായം. അതിപ്പോ ഒരു ബക്കറ്റിൽ ഒരു പാത്രം വടിച്ചെടുത്തിട്ട് വെള്ളത്തിലിടും. അത് ആ വലിയ ബക്കറ്റിലിടും. അതിലിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് വയ്ക്കും. അത് കുതിർന്ന് കഴിയുമ്പോൾ അത് പകുതിയാക്കും. 2 പേർക്ക് കൂടി വെച്ച് കൊടുക്കും. തവിടും കൊടുക്കും. തവിട് മുമ്പ് പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ കേസ് കുതിർന്നത് അങ്ങോട്ട് പകർത്തി കൊടുക്കും. അപ്പോൾ ബാക്കി കഞ്ഞോളവും പച്ചവെള്ളവും കൂടി ചേർത്ത് അതും കൊടുക്കും. തവിട് കൊടുക്കുന്നത്. തവിട് കുറച്ച് അവിടെ കൊടുക്കും. അല്ല, കടയിലെ കഞ്ഞോളമാണ്. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് പച്ചവെള്ളം ചേർത്ത് അത് തവിട് ഈ തീറ്റയുടെ ഉള്ളിൽ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അത് അവർ വലിച്ച് കുടിച്ചുകൊണ്ടിരിക്കും. ഒന്നും ഇടല്ല. ഒറ്റ നേരത്തേക്കാണ്. 4 ബക്കറ്റ് വെള്ളം 2 പേർക്ക് കൂടി കൊടുക്കും. 4 ബക്കറ്റ് വെള്ളം.
ഈ തിരിയും കൂടി കൂട്ടി. അപ്പൊ തവിട് അതിൻ്റെ അകത്ത് ഇടും. ആ അതെ, തവിട് മറ്റേ തിരി ഇട്ടതും അവിടെ ഇട്ട് 4 ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഗുണമൊന്നുമില്ല, ഇത് കുടിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം വരുമ്പോൾ ഇത്തിരി പാല് കൂടുതൽ കിട്ടും, അത്രേ ഉള്ളൂ. പാല് കൂടുതൽ കിട്ടുന്നുണ്ട്. ആ, കാലത്തേരം കറക്കുമ്പോൾ ഇത്തിരി പാല് കൂടുതൽ കിട്ടും. പിന്നെ കട തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതാ അതിന് മുമ്പേ ഉള്ളതാ. അതായത് കഞ്ഞോളം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വയറ് ശരിയായിട്ട് അഴഞ്ഞു പോയിക്കൊണ്ടിരിക്കും. കട്ട കഞ്ഞോളമാണ് ഈ നല്ല കടുപ്പത്തിലുള്ള കഞ്ഞോളമാണ്. അപ്പോൾ അതിൽ പച്ചവെള്ളം ചേർത്തിട്ട് വേണം എവിടെയായാലും കഞ്ഞോളം കൊടുക്കേണ്ടത്. ഒരിക്കലും ലൂസായിട്ട് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗമായിട്ട് തിരിയും. അത് കാരണം കൊണ്ട് കഞ്ഞോളത്തിൽ പച്ചവെള്ളം ചേർത്ത് 4 ബക്കറ്റ് വെള്ളം കൊടുക്കണം. ആ ഇരിക്കുന്ന ബക്കറ്റ് നിറച്ച് വെള്ളം കൊടുക്കും. ആ വട്ടയിൽ ഒഴിച്ച് കൊടുക്കും. ആ, അപ്പം അത് അവർ മുങ്ങി തപ്പി കുടിച്ച് തീർത്തോളും. ഇവിടെ പശുക്കുട്ടിയെ വളർത്തിയല്ല പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പകരം നിശ്ചിത പ്രസവങ്ങൾ കഴിയുമ്പോൾ പശുക്കളെ മാറ്റി വാങ്ങാറാണ് പതിവ്. പുറത്തുനിന്ന് വാങ്ങാണ്. കുട്ടീനെ വളർത്താൻ ഒരുപാട് നാള് കൊണ്ട് നടക്കണം. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ച് ചേന പശുക്കളെ കറവ പെറ്റ പശുക്കളെ മേടിക്കണം. അത് അതിൻ്റെ കറവ കഴിയുന്നവര് നമ്മൾ നിർത്തും. അത് കഴിയുമ്പോൾ അരിയിൽ വരുമ്പോൾ നമുക്ക് കൊടുക്കും. മൂരിയാണെങ്കിലും പശു ആയാലും കൊടുക്കും. ഇത്തിരി സൗകര്യക്കുറവുണ്ട്. അപ്പോഴും ഈ മഴയത്ത് ഇവിടെ മിറ്റത്തൊക്കെ കെട്ടണ്ടേ, അത് കാരണം കൊണ്ട് കൊടുത്തു പോകണതാ. കൂടുതൽ സമയം എടുക്കണം, പിന്നെ ചെന പിടിച്ച് കിട്ടാനും താമസം വരും. അത് ഒരുപാട് തീറ്റയും വേണം അതിന്. അപ്പം ആ തീറ്റ മേടിച്ച് കൊടുക്കാനും മുതലാവില്ല. അപ്പം ഓരോ ദിവസവും ചെല്ലുന്തോറും തീറ്റയ്ക്ക് വില കൂടി കൊണ്ടിരിക്കുകയാണ്. എന്തോറും സർക്കാർ അത് നമുക്ക് വില ഈ കൃഷിക്കാർക്ക് വില കുറച്ച് കൊടുക്കുകയില്ല. അതൊരു 4 പ്രസവം കഴിഞ്ഞാൽ പിന്നെ അത് മറിച്ച് വെക്കാണ് ചെയ്യണത്. പാല് തീരെയില്ലാണ്ടാവുമ്പോൾ ഈ നിർത്തിയിട്ട് ഫലമില്ലാത്തതുകൊണ്ട് നമ്മൾ മറിച്ച് വെക്കുള്ളൂ. ആ, ചേനയും പിടിക്കാനും ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് മറിച്ചു വെക്കണം. ഇവിടെ ആനയുടെ ചേട്ടൻ കാലത്ത് 5 മണിക്ക് എഴുന്നേൽക്കുകയും പശുക്കൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എല്ലാം സ്വയമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും പശുക്കളുടെ ഒരു കാര്യത്തിനും മുടക്കം വരുത്താറില്ല. 5 മണിക്ക് എറ്റ് പശുവിൻ്റെ ചാണമരൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ദേഹത്ത് ചാണകം ഉണ്ടെങ്കിൽ വെള്ളം ഈ പൈപ്പിൽ വെള്ളം തിരിച്ച് അത് കഴുകിക്കളയും. അത് കഴിഞ്ഞ് ആൾ വന്ന് കറന്ന് കഴിയുമ്പോൾ ഞാൻ ഈ തിരി വെള്ളത്തിലിട്ടാണ് അത് കൂട്ടി വെള്ളം കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം തന്നെ പുല്ലിന് പോകും. പോയി കൊണ്ട് വന്നിട്ട് ഞാൻ ഇത്തിരി ചിലപ്പോൾ എന്നെ കാണുമ്പോൾ എനിക്ക് നുളോളിയോ തുടങ്ങും പുല്ലിട്ട് കൊടുക്കാൻ വേണ്ടി. ആ പുല്ലിൽ നിന്ന് കുറച്ച് വരിയിട്ട് കൊടുത്ത് 2 പേർക്കൊക്കെ കൊടുത്തുകൊണ്ട് പോയി കഞ്ഞി കുടിക്കും. അത് കഴിഞ്ഞ് ഈ കഞ്ഞോളം അവിടെ ആയി കഴിയുമ്പോൾ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും. വീണ്ടും ചാണം വാരി ഇവിടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പുല്ലൂട്ടിൽ ഒന്നുമില്ലെങ്കിൽ ഇത്തിരി വയ്ക്കോലും ഇട്ട് കൊടുത്തുകൊണ്ട് ഇത്തിരി നേരം പോയി കിടക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഉച്ചയാകുമ്പോൾ ചാണം വീണ്ടും വാരി ആ വെള്ളം ഇതേമാതിരി തന്നെ കറവ കഴിയുമ്പോൾ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ആന്റണി ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നന്ദി പറയുന്നു. ഇനി കൂടുതൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആന്റണി ചേട്ടൻ്റെ പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.